അടുത്തതായിട്ട് ഗംഗാധരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് നടത്തണമെന്നുണ്ട്. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. മുൻപും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യം ഉത്തരവും തന്നെയാണ് കേട്ടോ. ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹം നടത്തി തുടങ്ങുന്നത് 1950 കേട്ടോ. പിന്നെ 1970 വരെ വെറും 2.5 രൂപയായിരുന്നു വിവാഹത്തിനായിട്ട് നമ്മൾ അടയ്ക്കേണ്ടത്. അപ്പോൾ ഈ 2.5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ മാലയും അതുപോലെ പ്രസാദവും നമുക്ക് ലഭിക്കും. ഇനിയിപ്പോൾ 5 രൂപയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നാദസ്വരത്തിൻ്റെ അകമ്പടിയോട് കൂടെ നമുക്ക് വിവാഹം നടത്താനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ. 7 രൂപയാണ് അടയ്ക്കുന്നതെങ്കിൽ വിവാഹത്തിന് മുൻപും വിവാഹത്തിൻ്റെ സമയത്തും വിവാഹത്തിന് ശേഷവും നാദസ്വരത്തിൻ്റെ അകമ്പടി ഉണ്ടാകുമായിരുന്നു. പിന്നെ ഇപ്പോൾ വിവാഹം നടത്താനായിട്ട് 750 രൂപയാണ് ഷീട്ടാക്കേണ്ടത് കേട്ടോ. പിന്നെ 500 രൂപ നമ്മൾ അധികം ഷീട്ടാക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും കൂടെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. തലേദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിന് മുൻപും ചെയ്യാം. പിന്നെ അന്നത്തെ ദിവസവും നമുക്ക് ഷീട്ടാക്കാം. പക്ഷെ സാധാരണ ഇപ്പോൾ തിരക്കൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ അന്നേ ദിവസം വന്ന് ചെയ്യുന്നത് ചിലപ്പോൾ സമയത്തിനുള്ള ചില വ്യത്യാസങ്ങൾ വരുത്തും തിരക്കുള്ള ദിവസമാണെങ്കിൽ. അപ്പോൾ കൂടുതൽ പേരും മുൻകൂട്ടി ബുക്ക് ചെയ്യാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കൂ കേട്ടോ.